Hi friends, എല്ലാവർക്കും Tips or Happy Life എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചിക്കൻ വിഭവങ്ങളിൽ ഒരു പ്രധാന ഐറ്റമാണ് ചിക്കൻ ഫ്രൈ. ഇന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയാൽ എന്താ? ഇന്നത്തെ റെസിപ്പി പയ്യോളി ചിക്കൻ ഫ്രൈ ആണ്. ഈ വീഡിയോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒന്ന് കാണിക്കുക. അപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. വീട്ടിലെല്ലാവരും കൂടി അങ്ങ് അടുക്കളയിലേക്ക് കയറുക. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്താൽ മതി. ഞാൻ മസാല എക്സ്ട്രാ ആഡ് ചെയ്യാത്തതുകൊണ്ട് 1 സ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് കുരുമുളകും 2-3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, അല്പം തക്കോലം എന്നിവ ഒന്ന് പാനിലൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം. ചൂടാക്കിയ ശേഷം പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ചതച്ചെടുത്താലും മതി, അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1/2 നാരങ്ങയുടെ നീര്, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ പൊടിക്ക് പകരമായിട്ട് കാശ്മീരി മുളക് എടുത്ത്, അതായത് ഒരു 10 എണ്ണം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. അതിന് ശേഷം അത് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളി മിക്സ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങ നീര്, പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക് പേസ്റ്റ് 1/2 ടീസ്പൂൺ മാറ്റി വെച്ച ശേഷം ബാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഒരു ബൗളിൽ കുറച്ച് തേങ്ങാപ്പീരയും മാറ്റി വെച്ചിരിക്കുന്ന മുളക് പേസ്റ്റില്ലേ അതും അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 2 തണ്ട് കറിവേപ്പില കൂടി എടുത്ത് വയ്ക്കണം. എരിവ് കുറഞ്ഞ പച്ചമുളക് ഉണ്ടെങ്കിൽ 2 പച്ചമുളക് കൂടി നമുക്ക് ചേർക്കാം. അത് നീളത്തിൽ അരിഞ്ഞു വെച്ചാൽ മതി. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിറയെ കാന്താരി ഉള്ളതുകൊണ്ട് വേറെ പച്ചമുളക് വാങ്ങിയില്ല. അതുകൊണ്ടാണ് ഞാൻ മുളക് ഇതിൻ്റെ അകത്ത് എടുക്കാത്തത്. നമുക്കിത് ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട്. ചിക്കൻ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു വശം നന്നായിട്ട് മൊരിയുമ്പോൾ അത് മറച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നന്നായിട്ട് മൊരിക്കുക. ഇപ്പോൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ള ചിക്കനും വറുത്തെടുക്കണം. ഇനി ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ ആ ബാക്കി വന്ന എണ്ണയില്ലേ അതിൽ തന്നെ നമുക്ക് കറിവേപ്പില ആദ്യം വറുത്തെടുക്കാം. പച്ചമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മൊരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കത് കോരി മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ പീര വറുത്തെടുക്കണമെന്ന്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതായത് ചിക്കനിലേക്ക് പീര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മുടെ ഈ പയ്യോളി ചിക്കൻ ഫ്രൈ സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് സാലഡ് കൂടി ഉണ്ടാക്കണം. അതായത് 2 തക്കാളി, 1 സവാള, ഇതൊക്കെ റൗണ്ടിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ ഒക്കെ കട്ട് ചെയ്ത് ഇതിൽ അറേഞ്ച് ചെയ്യാം. നമ്മൾ പതിവായിട്ടുണ്ടാക്കുന്ന ചിക്കൻ വിഭവങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് കഴിക്കാൻ തോന്നുമ്പോഴും അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഇത് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. 3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നുള്ള ഒരു കാര്യമേ ഒരല്പം ബുദ്ധിമുട്ടുള്ളൂ. വളരെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണമെന്നുള്ളത് കുറച്ച് കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ രാത്രി ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു 10-11 മണിക്ക് നമ്മളിത്
മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്താലും മതി. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ അതുപോലെ ഫേസ്ബുക്ക് പേജിനെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.